കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്ങിൻതോപ്പിൽ വൻ സ്പിരിറ്റ് ശേഖരം 2700 ലിറ്റർ സ്പിരിറ്റാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. തോട്ടം സൂക്ഷിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എഴുത്തേമ്പതി സ്വദേശിയുടേതാണ് തെങ്ങിൻതോട്ടം. കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള തെങ്ങിൻതോപ്പിൽ നിന്നാണ് വൻ സ്പിരിറ്റ് ശേഖരം പോലീസ് കണ്ടെടുത്തത്. എരുത്തേമ്പതി അണപ്പൂർ വില്ലൂന്നി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ജഗന്നാഥ പ്രഭു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് തെങ്ങിൻതോട്ടം. തെങ്ങിൻതോപ്പിന് നടുവിൽ കുഴികളെടുത്ത് തെങ്ങിൻ പട്ടയിട്ട് മൂടിയ നിലയിൽ സൂക്ഷിച്ചിരുന്ന 35 ലിറ്റർ വീതം കൊള്ളാവുന്ന 78ഓളം ക്യാനുകളിലായി 2700 ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെടുത്തത്. തോട്ടം സൂക്ഷിപ്പുകാരനായ കൊഴിഞ്ഞാമ്പാറ കള്ളിയമ്പാറ സെന്തിൽകുമാറിനെ സ്പിരിറ്റ് കൈവശം വെച്ച കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസ് സംസ്ഥാന വ്യാപകമായി ലഹരി മരുന്നിനെതിരെ നടത്തിവരുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായും ഓണാഘോഷങ്ങൾ മുന്നിൽ കണ്ടുമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയത്. നിലവിൽ നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ തമിഴ്നാട്ടിലെ ഉണ്ടായ സ്പിരിറ്റ് ദുരന്തത്തിന് ശേഷം ഈ മേഖലകളിൽ നിന്ന് മദ്യം സ്പിരിറ്റ് കടത്തുന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഡാൻസ് ഓഫ് ടീം ദിവസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പിൾ ഇന്ന് ഇവിടെ ഈ സ്ഥലം പരിശോധിച്ച സമയത്താണ് ഈ പറമ്പിൽ സ്ഥലങ്ങളിലായിട്ട് തെങ്ങുപട്ടിയുടെ അടിയിലായിട്ടും കുഴികളിലൊക്കെ ആയിട്ടും കൊടുത്ത രീതിയിലും മറ്റും 35 ലിറ്റർ കപ്പാസിറ്റിയുള്ള കന്നാസുകളിൽ സ്പിരിറ്റ് സൂക്ഷിച്ചായിട്ട് മനസ്സിലായിട്ടുള്ളത്. ചിറ്റൂർ ഡിവൈഎസ്പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ മീനാക്ഷിപുരം ഇൻസ്പെക്ടർ ശശിധരൻ, കൊഴിഞ്ഞാമ്പാറ ഇൻസ്പെക്ടർ അരുൺകുമാർ, സബ് ഇൻസ്പെക്ടർ സുജിത്ത് എന്നിവരടങ്ങുന്ന കൊഴിഞ്ഞാമ്പാറ പോലീസ് സംഘവും ഗ്രേഡ് SI വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സൂരജ്, അനു, വിനോദ്, ഉമ്മർ ഫാറൂഖ്, അബ്ദുള്ള, രാജേഷ് എന്നിവരടങ്ങുന്ന പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.